ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു മുരിങ്ങക്ക തോരനാണ് വെച്ചിരിക്കുന്നത്. അതിന് ഇളയ മുരിങ്ങക്ക എടുത്ത് കണ്ടിച്ച് കഴുകി വെച്ചിരിക്കുന്നു. അതിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കണം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് ഞാൻ തേങ്ങയിലും മുരിങ്ങക്കയിലും ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളവും ഇട്ട് വേവിച്ചെടുക്കും. കുറച്ച് വെള്ളം ഇട്ടാൽ മതി. അടുപ്പ് കത്തിച്ച് ഒരു 5 മിനിറ്റ് വേവുന്നത് വരെ എടുത്ത് നല്ലപോലെ വെള്ളം വറ്റിച്ചെടുക്കണം. നല്ല രുചിയുള്ള മുരിങ്ങക്ക തോരനാണ്. വളരെ ടേസ്റ്റിയായ മുരിങ്ങക്ക തോരനാണിത്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പോലെ ചെയ്യാത്തവർ ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്ത് ചുവന്നുള്ളിയും 4-5 ചുവന്നുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും എരിവിനാവശ്യമായ പച്ചമുളകും ചേർത്ത് ഒന്ന് ആദ്യം അടിച്ചതിന് ശേഷം പിന്നെ തേങ്ങ ഇട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക. വെന്തിട്ടുണ്ട്. ഇനി തുറന്ന് വെച്ച് വേവിച്ച് കൊടുക്കണം. വെള്ളം മൊത്തം വറ്റിച്ചെടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുത്ത് തീ കൂട്ടി വെച്ച് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കും. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയുള്ള മുരിങ്ങക്ക തോരനാണ്. തേങ്ങ ഞാൻ ഒന്ന് പൾസ് ചെയ്ത് ആദ്യം ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് പച്ചമുളകും ചതച്ചതിന് ശേഷം തേങ്ങ ഇട്ട് നല്ല പൾസ് ചെയ്ത് എടുത്ത് വെച്ച്, മുരിങ്ങക്ക തോരന് കുറച്ചധികം തേങ്ങ വേണം. അതുകൊണ്ട് ഞാൻ നല്ലപോലെ തേങ്ങ എടുത്തിട്ടുണ്ട്. നല്ല വെന്തിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് എങ്ങനെയാണ് മുരിങ്ങക്ക തോരൻ വെക്കുന്നതിന് നോക്കാം. ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് പൊട്ടിക്കണം. കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. രണ്ട് ചുവന്നുള്ളി പൊടിയായിട്ട് അരിഞ്ഞ് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇട്ട് കൊടുത്ത് ഒന്നിച്ചിരി മൂപ്പിച്ചെടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം കടുക് നല്ല പൊട്ടി വരുന്നുണ്ട്. എല്ലാം മൊത്തം കടുകും പൊട്ടിയതിന് ശേഷം ഇച്ചിരി കറിവേപ്പിലയും ചുവന്നുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ കടുക് പൊട്ടിച്ച് അരപ്പും ചേർത്ത് മുരിങ്ങക്കയും ഇട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഇത് വേറൊരു രീതിയിലുള്ള മുരിങ്ങക്ക തോരനാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കും. കാണാൻ ഒരു രസത്തിന് വേണ്ടി ഒരു ചെറിയ ഉണക്കമുളകും കൂടി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കാം. നല്ലപോലെ മൂത്തതിന് ശേഷം ഈ അരപ്പുണ്ടല്ലോ നമ്മൾ അരച്ച് വെച്ചത്,
അതിട്ട് കൊടുക്കും. അരപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കും. മുരിങ്ങയ്ക്ക് ഇച്ചിരി ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിരുന്നു, അതുകൊണ്ട് ഇതിലും കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. അധികം ഉപ്പിട്ട് കൂടിപ്പോയാൽ കുറക്കാനൊന്നും പറ്റൂല, കുറഞ്ഞു പോയാൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കും. നല്ലവണ്ണം ഇളക്കി ഈ പച്ച മസാലയുടെ ഇത് തേങ്ങയുടെ എല്ലാം പച്ച മണം പോയി കഴിയുമ്പോൾ വേവിച്ച് വെച്ച മുരിങ്ങക്ക ഇട്ട് കൊടുക്കും. നല്ലവണ്ണം പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഉപ്പെല്ലാം കറക്റ്റാണ്. ഇനി വേവിച്ച് വെച്ച മുരിങ്ങക്ക ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ഇത് ഒന്ന് കുറുകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. നല്ല ഡ്രൈ ആയിട്ട് തോരൻ എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഉണങ്ങി നല്ല മുരിങ്ങയ്ക്കയിലെല്ലാം മസാലയും പിടിച്ച് നല്ല ടേസ്റ്റിയായ തോരനാണ് കേട്ടോ. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ഫ്രഷായിട്ട് മരത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് ഉണ്ടാക്കുന്നതാണിത്. കടയിൽ നിന്ന് മേടിച്ചതല്ല, റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്ന് വന്നതാണ്. നല്ല രുചിയുണ്ട്. ഇളയ മുരിങ്ങയ്ക്ക ആയതുകൊണ്ട് തോരൻ വെക്കാൻ നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് നോക്കി നല്ല രുചിയുണ്ട്. ഇതെല്ലാവരും ചെയ്തു നോക്കണം. ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതെല്ലാവരും ചെയ്തു നോക്കണം. ഇത് മുരിങ്ങക്ക തോരൻ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എന്നാലും അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും കാണുമല്ലോ, അതിനുവേണ്ടി ഞാനൊന്ന് ഷെയർ ചെയ്തത്. ഇത് നല്ല എളുപ്പമുള്ള റെസിപ്പിയാണിത്. പ്രവാസികൾക്കും ആദ്യമായിട്ട് പാചകം ചെയ്യുന്ന കുട്ടികൾക്കും എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി അടുപ്പ് അണച്ച് തോരൻ അടുപ്പിൽ നിന്ന് മാറ്റും.